എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വൈക്കിങ്സ് അവരാണെങ്കിൽ ഇപ്പൊ ഒരു നദിക്കരയിൽ കുളിക്കുകയാണ്. മാത്രമല്ല അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ ഒരു പ്രത്യേക സ്ഥലത്താണ് താമസിക്കുന്നത്. അടുത്ത നിമിഷം ഇംഗ്ലീഷ് പട്ടാളക്കാർ അവിടേക്ക് വന്ന് അവിടെയുള്ള എല്ലാവരെയും വെട്ടിക്കൊല്ലുകയാണ്. അതിലൊരു സേനാപതിയാണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും സ്ത്രീകളും കൊച്ചു കുട്ടികളെ പോലും വിടാനായിട്ട് പാടില്ല, എല്ലാത്തിനെയും കൊന്നുകളയണം. ജനങ്ങളാണെങ്കിൽ പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. പക്ഷെ സോൾജേഴ്സ് ആണെങ്കിൽ അല്പം പോലും കരുണ കാണിക്കാതെ എല്ലാവരെയും വെട്ടി കൊല്ലുകയാണ്. അതിനുശേഷം അവരുടെ പാർപ്പിടങ്ങളിൽ തീ വെക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഐസ്ലാൻഡ് കാണിക്കുകയാണ്. അവിടെയുള്ള കുട്ടികളെല്ലാവരും മരം കൊണ്ടുണ്ടാക്കിയ സ്ക്വാഡും പരിചയൊക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാണ്. കുഞ്ഞൻ തോർഫിനും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും വാറിലും മരച്ചായിട്ട് അഭിനയിച്ച് അങ്ങനെ വീണ് കിടക്കും. തോർഫിൻ അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കും, നമ്മൾ രണ്ടുപേരും എന്താ എപ്പോഴും ഈ വാറിൽ മരിച്ചു പോണേ? അതിനവന്റെ ഫ്രണ്ട് പറയും, അതിരിക്കെ ഒരിക്കലും മരിച്ച ശവങ്ങൾ അവർ പരസ്പരം സംസാരിക്കാറില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ അവർ രണ്ടുപേരും ലീഫിന്റെ അടുത്തേക്ക് വരികയാണ്. ലീഫ് ആണെങ്കിൽ നോർവേയിലേക്ക് പോകുന്ന കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞു. അവനും ലീഫിനോടൊപ്പം നോർവേയിലേക്ക് പോകാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ ലീഫ് ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അവിടേക്ക് പോകുന്നത് വിനോദസഞ്ചാരത്തിനല്ല, മറിച്ച് കച്ചവടത്തിനാണെന്ന് പറഞ്ഞ് ആളിപ്പോ ആളുടെ കപ്പല് പതിയെ നീക്കാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ദൂരത്ത് നിന്ന് വലിയൊരു യുദ്ധക്കപ്പല് അത് ഐസ്ലാൻഡ് ലക്ഷ്യമാക്കി വരുന്നത് ആള് കാണുക. ലീഫ് ആണെങ്കിൽ ആ കാര്യം തോർഫിനോട് പറയും. തോർഫിൻ അവന്റെ പപ്പയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. തോർഫിന്റെ പപ്പയാണെങ്കിൽ ഒരു പാത്രമൊക്കെ അടിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തോർഫിൻ ആണെങ്കിൽ ലീഫ് പറഞ്ഞതനുസരിച്ച് ആ ഒരു യുദ്ധക്കപ്പലിന്റെ കാര്യം അവന്റെ പപ്പയോട് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു കടൽക്കര കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കൂട്ടം ആൾക്കാര് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അടുത്ത നിമിഷം തോർസും അവന്റെ മകൻ തോർഫിനും അവന്റെ ആൾക്കാരും എല്ലാവരുമായിട്ട് കടൽക്കരയിലേക്ക് വരും. തോർസിനെ കാണേണ്ട താമസം അവരെല്ലാവരും താണു വണങ്ങി അങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അതിലെ ഒരു നേതാവ് അച്ഛനോട് പറയും, നോർവേയിലെ ആ ഒരു വിഭജനം, അതിനുശേഷം നമ്മളിപ്പോ ഇവിടെ വെച്ചാണ് പരസ്പരം കാണുന്നത്. നിങ്ങൾ ഈ ഐസ്ലാൻഡിന്റെ ഒരു ഭാഗത്തുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനുശേഷം ആ ചെമ്പമുടിയനും തോർസും അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. നമ്മുടെ തോർഫിനും അവന്റെ സിസ്റ്ററും ഫ്രണ്ട്സും എല്ലാവരും അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അങ്ങനെ മാറിയിരുന്ന് കേൾക്കുകയാണ്. ഇവിടെ ചെമ്പമുടിയനാണെങ്കിൽ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ വൈക്കിങ്സിനെതിരെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായ അറ്റാക്കിനെ കുറിച്ച് തോർസിനോട് പറയാണ്. മാത്രമല്ല ഡെൻമാർക്കിലെ കിങ്ങിനെ പോലും അവർ കൊന്നുകളഞ്ഞു. സ്പ്രിങ്ങില് അവരുമായിട്ട് ഒരു നേരിട്ടുള്ള യുദ്ധം, ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. ചെമ്പമുടിയനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ തോർസിനോട് കാര്യം പറയും, നീയും ഈ ഒരു യുദ്ധത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതിന് തോർസ് പറയും, ഐസ്ലാൻഡിലുള്ളവർക്ക് വലിയ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരവകാശവും ഇല്ല, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല. അതിന് ആ ചെമ്പമുടിയൻ പറയും, ലാസ്റ്റ് വാറിൽ നീ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആ വാർ പകുതിക്ക് വെച്ച് നിർത്തി അവിടുന്ന് കടന്നുപോയി. എന്നിട്ടും കിങ് നിന്നോട് യാതൊരു ദേഷ്യവും കാണിച്ചിട്ടില്ല. ഈ ഒരു പട അത് നയിക്കാനായി അദ്ദേഹം തെരഞ്ഞെടുത്തത് നിന്നെ തന്നെയാണ്. കിങ് നിന്നെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് നീ വന്നേ പറ്റുമെന്ന് അവൻ തീർത്തു പറയും. അതിന് തോസ് ആണെങ്കിൽ അല്പസമയം ചിന്തിക്കും. ഇത് പറയാൻ നിങ്ങൾ വലിയൊരു യുദ്ധക്കപ്പലുമായിട്ട് ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. ഗ്രാമത്തിലുള്ള എല്ലാവരും ആ കപ്പൽ കണ്ട് പേടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹാരി ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തോർഫിനോട് പറയുകയാണ്. നിന്റെ പപ്പയെ യുദ്ധത്തിലേക്ക് ക്ഷണിക്കാനാണ് അവർ വന്നതെന്ന് പറഞ്ഞ് അവൻ മുമ്പോട്ടേക്ക് ഓടും. അങ്ങനെ ഓടി വരുമ്പോ ആ ചെമ്പമുടിയന്റെ ടീമിൽപ്പെട്ട ഒരു സോൾജിയറുമായിട്ട് ഹാരി അവൻ കൂട്ടിമുട്ടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ചെമ്പമുടിയനാണെങ്കിൽ വീണ്ടും തോർസനോട് റിക്വസ്റ്റ് ചെയ്യും, നീ ഇത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ മിഷൻ അത് ഫെയിലാവും. മാത്രമല്ല നമ്മുടെ കിങ്ങിന്റെ അഭിമാനത്തിന് പോലും ഇത് വലിയൊരു കോട്ടമായി മാറും. നീ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഉറപ്പായാലും നിന്റെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ ഹോസ്റ്റേജസ് ആയി പിടിച്ചു വെക്കും. ബോസിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ നിസ്സഹായനായിട്ട് അങ്ങനെ ഇരിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലീഫ് അവൻ ഈ ചെമ്പമുടിയനെ കുറിച്ചും അവന്റെ സൈന്യത്തെ കുറിച്ചുമുള്ള സ്റ്റോറി തോർഫിന് പറഞ്ഞു കൊടുക്കുകയാണ്. സമയം കഴിയുമ്പോഴേക്കും ആ ചെമ്പമുടിയൻ തിരികെ കടൽക്കരയിലേക്ക് വരും. അതിനുശേഷം സോൾജിയേഴ്സിനോട് വീണ്ടും കപ്പലിലേക്ക് കയറാൻ പറഞ്ഞ് അങ്ങനെ ഗ്രാമത്തിലുള്ള ജനങ്ങളോട് പറയും, ഞാൻ ഇവിടേക്ക് വന്നത് തോർസിനെ കാണാനും ഞങ്ങളുടെ ഒരു വലിയ യുദ്ധത്തിലേക്ക് അവനെ റിക്രൂട്ട് ചെയ്യാനുമാണ്. തോർസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്തിന് ഒരു പുതിയ യുദ്ധക്കപ്പൽ പോലും ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് അവനിപ്പോ കപ്പലിലേക്ക് പോവും. യുദ്ധത്തിന്റെ കാര്യമൊക്കെ കേട്ട് അവിടെയുള്ളവരെല്ലാവരും തുള്ളിച്ചാടുകയാണ്. അതേസമയം തോർസിന് മാത്രം ഒരുപാട് വിഷമം. അവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. അതിനുശേഷം അന്ന് നൈറ്റ് അവൻ ലീഫിനോടും അവന്റെ വൈഫിനോടും ആ ചെമ്പമുടിയൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഇതിനെല്ലാം കാരണം എന്റെ പാസ്റ്റാണ്.
നിരന്തരം യുദ്ധങ്ങളും ചോരയും മൃതദേഹങ്ങളും കണ്ടാണ് ഞാൻ ജീവിച്ചതും വളർന്നതുമെല്ലാം. ഒരു ദിവസം ഒരു യുദ്ധത്തിന്റെ ഇടയിൽ എനിക്കിതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം തോന്നി. ഒരുപാടധികം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹം സഫലമാക്കാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ ഒരു യുദ്ധത്തിന്റെ പാതയിൽ വെച്ച് ഞാൻ അവിടുന്ന് കടന്നു കളഞ്ഞ് ഐസ്ലാൻഡിലേക്ക് വന്ന് എന്റെ ഫാമിലിയും ഈ ഗ്രാമത്തിലുള്ളവരുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു. ഞാൻ മരിച്ചു പോയതായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയാണ് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. എന്നാൽ ആ ഒരു സത്യം അതെല്ലാവരും മനസ്സിലാക്കി. ഉടനെ അത് കേട്ട് ലീഫാണെങ്കിൽ നിനക്ക് ഒരിക്കൽ കൂടെ അത്തരത്തിലൊന്ന് ക്രിയേറ്റ് ചെയ്തൂടെ? അതിനവൻ പറയും, ഇനി ഒരു ഒളിച്ചോട്ടം അത് നടക്കില്ല. എവിടുന്ന് ഞാൻ ഒളിച്ചോടിയ ഗ്രാമത്തിലുള്ളവരായിരിക്കും ആ കിങ്ങിന്റെ ശിക്ഷ അത് അനുഭവിക്കേണ്ടി വരിക. അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് വലിയൊരു യുദ്ധക്കപ്പല് അത് തയ്യാറാക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം ടോർസിനോടൊപ്പം യുദ്ധം ചെയ്യാൻ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ ലീഫിന് മാത്രം അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡായി ആ കാര്യം തന്നെ ആലോചിച്ച് അവരുടെ വർക്ക് അത് നോക്കിയിരിക്കും. മറ്റൊരു ഭാഗത്ത് തോർഫിനാണെങ്കിൽ എല്ലായ്പ്പോഴും പോലെ അവന്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുകയാണ്. പക്ഷെ ഇത്തവണ തോർഫിൻ മരിക്കാൻ തയ്യാറാവാതെ ചുറ്റുമുണ്ടായിരുന്നവരെ എല്ലാവരെയും തല്ലി താഴെയിടും. ഒരു പയ്യനാണെങ്കിൽ തോർഫിനോട് പറയും, നീ മര്യാദയ്ക്ക് കളിക്കണം, നീ റൂൾസ് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതിൽ കലി കയറിയ നമ്മുടെ തോർഫിൻ അവനാണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റയാട്ടി. അല്പസമയം കഴിഞ്ഞ് തോർഫിൻ തൂക്കിയടിച്ച ആ പയ്യന്റെ പപ്പ ആളാണെങ്കിൽ അവനുമായി തോർസിന്റെ അടുത്തേക്ക് വരും. തോർസ് ആ പയ്യന്റെ കൈ അത് ചെക്ക് ചെയ്യും. അവന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് പേടിച്ച് കരയാണ്. അതിന് ആ പയ്യന്റെ പപ്പയാണെങ്കിൽ അതിന് തോർസ് ആണെങ്കിൽ ഇപ്പൊ ആ പയ്യന്റെ പപ്പയോട് ക്ഷമ പറയും. അതിനാള് ചിരിച്ച് തോർസിനോട് പറയും, അതൊന്നും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള കളിയുടെ ഇടയിൽ സംഭവിച്ചതല്ലേ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. അവനെ കഴിഞ്ഞും ഒരുപാട് പ്രായം കൂടുതലുള്ള കുഞ്ഞുങ്ങളെ പോലും അവനെ കൊണ്ട് ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്നുണ്ട്. സോ അവന്റെ പവർ വളരെ കൂടുതലാണ്. അത് കേട്ട് തോസിനും അവന്റെ പേടി അത് കൂടി വരും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഹാരിക്ക് അവന്റെ പപ്പയാണെങ്കിൽ ചില ആയുധങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഹാരിയുടെ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ചില ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ദൂരത്തായിട്ട് ഈ കാഴ്ച കണ്ട തോർഫിൻ അവനാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ടെൻഷനായി ഇപ്പൊ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അവന്റെ സിസ്റ്ററിനെ കണ്ടതും അവന്റെ കയ്യിലുണ്ടായിരുന്ന കൊണ്ടുണ്ടാക്കിയ ആ സ്ക്വാഡും പരിചയം അതവൻ വലിച്ചെറിയും. അവന്റെ ചേച്ചി കാര്യം അന്വേഷിക്കും. അതിന് പ്രത്യേകിച്ചൊന്നും പറയാതെ അവൻ അവരുടെ വീട്ടിലേക്ക് വന്ന് കാര്യമായിട്ട് എന്തോ ഒന്ന് തിരയാണ്. അവന്റെ സിസ്റ്റർ ആണെങ്കിൽ അവന്റെ പിന്നാലെ വന്ന് കാര്യം അന്വേഷിക്കും. എന്തു പറ്റി, നീ എന്താ അന്വേഷിക്കുന്നേ? അതിനവൻ പറയും, എനിക്കും യുദ്ധത്തിൽ പങ്കെടുക്കണം, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും പുതിയ ആയുധം കിട്ടി, എനിക്കും നല്ലൊരു ആയുധം വേണമെന്ന് പറഞ്ഞ് അവൻ ആ പഴയ സാധനങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ക്വാഡ് അങ്ങനെ വലിച്ചൂരി എടുക്കുകയാണ്. അടുത്ത നിമിഷം തോർസ് അവിടേക്ക് വന്ന് അവനെടുത്ത ആ സ്ക്വാഡിൽ അങ്ങനെ ഇറക്കി പിടിക്കുകയാണ്. തോർസിന്റെ കൈ മുറിഞ്ഞ് ഇപ്പൊ ബ്ലഡ് അതങ്ങനെ താഴേക്ക് ഒഴുകാൻ തുടങ്ങും. തോർസ് ആണെങ്കിൽ തോർഫിനോട് ചോദിക്കും, നിനക്കെന്തിനാണ് ഈ സ്ക്വാഡ് ശത്രുക്കളെ കൊല്ലാനാണ്. അതിന് തോർഫിൻ പറയും, ഞാനും നാളെ യുദ്ധത്തിന് പോവും, അപ്പോ എനിക്ക് എന്റെ ശത്രുക്കളെ കൊല്ലാനാണ് ഈ ഒരു സ്ക്വാഡ്. ദയവ് ചെയ്ത് എന്നെ വെറും ഒരു കുഞ്ഞായിട്ട് നിങ്ങൾ കാണരുതെന്ന് പറഞ്ഞ് തോർഫിനാണെങ്കിൽ പുറത്തേക്ക് ഓടി പോവാണ്. അവന്റെ പിന്നാലെ തോർസ് വീടിന് പുറത്തേക്ക് വരും. തോർസിന്റെ വൈഫാണെങ്കിൽ അവന്റെ കയ്യിലുള്ള പരുക്ക് അതിൽ മരുന്നൊക്കെ വെച്ച് കെട്ടും. അതേസമയം ഇവിടെ ലീഫ് അവനാണെങ്കിൽ ചുറ്റും എല്ലാ ഭാഗവും നോക്കും. ഇപ്പോ കടൽ ശാന്തമാണ്, ട്രാവൽ ചെയ്യാൻ ഇതാണ് പറ്റിയ സമയമെന്ന് അവൻ പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫോറോ ഐലാൻഡ് കാണിക്കും. അവിടെ ഒരു കൂട്ടം വൈക്കിങ്സ് ഒരു വൈദികനെ കെട്ടിയിട്ട് ആളുടെ നേർക്ക് കോടാരി വലിച്ചെറിയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഒരു ചെമ്പമുടിയൻ അവനാണെങ്കിൽ ആസ്കിനാർന്ന് പേരുള്ള ഒരാളോട് സംസാരിക്കുകയാണ്. ആ ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പൊ ആസ്കിനാറോട് പറയും, നിങ്ങളുടെ മിഷൻ അത് മറ്റൊന്നുമല്ല, തോർസിനെ അവനെ കൊല്ലുക എന്നതാണ്. അവന്റെ ഡെഡ് ബോഡി അതെനിക്ക് തരുകയാണെങ്കിൽ 5 പൗണ്ട് സ്വർണം അത് ഞാൻ നിനക്ക് തരുമെന്ന് അവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.